പലതരം വണ്ടിപ്രാന്തന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടേണ്ടത് തന്നെയാണ്. തൻ്റെ ജീവിതം വാഹനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരാൾ. യെസ്, പഴയ കാലങ്ങളിൽ യൂറോപ്പിലെയും ലണ്ടനിലെയും റേസിംഗ് ട്രാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം. ചാർലി സാറിൻ്റെ വാഹന ലോകം പരിചയപ്പെടാം നമുക്ക്. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് മാൾട്ടയിലെ ഒരു വിൻറ്റേജ് കാർസ് കളക്ഷനുള്ള ഒരു സ്ഥലത്താണ് ഉണ്ടാവുന്നത്. എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും പഴയ വണ്ടികളോടുള്ള ഒരു ഇഷ്ടം എന്ന് പറയുന്നത് വേറെ തന്നെ ആവും അല്ലേ. അങ്ങനെ ഒരുപാട് വർഷത്തെ വണ്ടികൾ കളക്ട് ചെയ്തിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഇത് മാൾട്ടയിലെ. വാട്ട്സ് യുവർ ഗുഡ് നെയിം? ചാർലി. ഒരു 10 വർഷമായിട്ട് ഈ ഗ്യാരേജ് ഇദ്ദേഹം ഇവിടെ കൊണ്ടുനടക്കുന്നുണ്ട്. ഒരുപാട് കാഴ്ചകൾ ഇതിനുള്ളിൽ കാണാനുണ്ട്. പഴയ കാലത്തെ ലണ്ടനിലെയും അതുപോലെ തന്നെ മാൾട്ടയിലാണെങ്കിലും പല കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലെയും റേസിംഗിലൊക്കെ പങ്കെടുത്തുള്ള ഒരാളാണ് കേട്ടോ ഈ ചാർലി സാർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴയ വണ്ടികൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ. അതുകൊണ്ടാണ് പല ആളുകളും ഇപ്പോൾ പുതിയ വണ്ടികളായിട്ട് എടുത്തിട്ട് പുതിയ വണ്ടികൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Can I ask something regarding the racing and all? Can you please share your experience to my... About your cars, you know? Yeah, about your cars. Yeah, we've been collecting this car about 10 years now. Okay. And this one is new. They all have been told, you know. Okay. And me and my grandson works on it. We do everything on it. You and your grandson is working together? Yes, and my son as well. Your son as well in your team? Spray them. We do everything. You have selling cars? No. Not selling cars? No, we don't sell. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. സ്നേഹം, വണ്ടിയോടുള്ള ഒരു സ്നേഹമാണ്. അയാള് പണിയെടുക്കുന്ന വണ്ടികളെല്ലാം ഇവിടെ കീപ്പ് ചെയ്യും ഇതുപോലെ. നമുക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് കാണാം, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, എല്ലാത്തിനും അലൗഡാ. Well, we bought it from UK, this one. Okay. From London. And we refit, you know, do anything, spray on it, and make a refit on them. Right. And it comes like it is now. Okay. So how is the process like if you are taking cars from UK to here? So how is the process start? Well, first you have to send them the money, the first thing. And then we ship her, you know, and we broke them with with truck, you know, like container. Almost how many cars you have now? How many cars you have now? All these, about 2, 4, 6, 8, 9. About 9. I can see many caps over there. Can you please tell me the secret of that? I used to collect them long ago. For long ago, for your racing and Yeah, for the cups, you know. When we go another place, bring one of those like souvenirs. ഇദ്ദേഹം ഒരുപാട് രാജ്യത്ത് കാർ റേസിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കുറെ ക്യാപ്സ് ഒക്കെ കിട്ടൂലേ, ആ ക്യാപ്പ് എല്ലാം ആ ബാക്കിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. Let's say about the trophies. Yes. About the trophies, every year we have 2 competitions, you know. 2 competitions per year. Per year, yeah. Okay. And we used to have sometimes first, sometimes second. Okay, nice. നിങ്ങളിപ്പോൾ ഈ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രോഫികളില്ലേ, ഏകദേശം 100-ന് മുകളിൽ ട്രോഫികൾ അവിടെ ഉണ്ട് കേട്ടോ. ആള് പറയുന്നത് ഒരു ഇയറിൽ 2 കോമ്പറ്റീഷൻ വെച്ച് നടക്കുന്ന പറഞ്ഞില്ലേ. ചിലപ്പോൾ ഫസ്റ്റ് കിട്ടും, ചിലപ്പോൾ സെക്കൻഡ്. വി യൂസ് ടു ഗെറ്റ് പ്രൈസ് ആൻഡ് സെക്കൻഡ് പ്രൈസ്. Yes. Well, and we always work on them here, you know. What's your favorite car brand? All of them. All of them in the world. Yeah. Actually, I have a curious question. How old are you? I'm 73. It's great. 73-ാമത്തെ വയസ്സിൽ ഈ കാറിനോടുള്ള പ്രണയം, അതായത് ഇദ്ദേഹത്തിന്റെ 40 വർഷം മുന്നേ ഇയാൾ കളക്ഷൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. 40 വർഷം മുന്നേ ഇയാൾ ഉപയോഗിച്ചിരുന്ന ഒരു വണ്ടി പോലും ഇദ്ദേഹം സെയിലാക്കിയിട്ടില്ല. അയാൾ ഇവിടെ കീപ്പ് ചെയ്തേക്കാണ്. ഇതൊക്കെയാണ് റിയൽ വണ്ടിപ്രാന്തൻ എന്ന് പറയുന്നത്. Almost you spent half of your life with the cars. Yeah. Really? All my life. When I was younger. You are real car lover. Yeah, I used always of my life work on them. But I collect them about 10 years now. That's it. What is your ambition in the next buying car, new project? I don't know. Maybe I see. If you find out some car, if you like, you just buy like this. Yeah. All right, man. And you will do maintenance over here and you will keep it here, or you will take for the competition or not? No, I take them for the competition. Taking for the competition. Sometimes Actually, every I've day. tried. Okay. Every day I'm walking here. My flat is near to your garage.
So I am seeing these cars always here. That's why I am asking. Very നല്ല കണ്ടീഷനിൽ അടിപൊളിയായിട്ട് എന്നും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കും ഈ കാറുകൾ. കാണാൻ തന്നെ ഒരു ഭംഗിയായി ഈ ഗ്യാരേജ് എന്ന് പറയുന്നത്. Saying that like one of the beautiful garage over here in Masukal I can see. Thank you. The maintenance part, have you done by yourself or any mechanicals come for this? No, we used to make, me and my grandson is working on this one. And we have to don't find parts, we bring them from UK or France. Yeah. How is the availability for the parts? Because those cars, this one is Mini Cooper, the Yeah. old brand. I think the same one we have Mr. V, Yeah. right? But from UK you find plenty. of From parts, UK. Yeah. Even So- for the Ford and For a This is Ford, right? Fordന്റെ ഒരു അടിപൊളി കാറാണ് കേട്ടോ നിൽക്കുന്നത്. Yeah. full engine വെച്ചിട്ടുണ്ട്. that's Cosworth, you know. ആളതിൻ്റെ എൻജിൻ കാണിച്ചു തരാൻ കേട്ടോ പറയുന്നത്. നമുക്ക് ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ, ഭയങ്കര സ്നേഹത്തോടു കൂടി കാറിനോടുള്ളൊരു പ്രണയമാണ് ഇയാൾക്ക്, വേറെ ഒന്നുമല്ല. വാവ്, ഈ എൻജിൻ്റെ ഭംഗി നോക്കുകയാണെങ്കിൽ Cosworth. നല്ല സൂപ്പർബായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 1961 സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് റേസിംഗ് കാറായിട്ടുള്ള ഓസ്റ്റിൻ മിനി കൂപ്പറാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള M80. പൊതുവെ മീൻ കച്ചവടക്കാരാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് ഇവിടെ ഇത് പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ് കേട്ടോ. യമഹയുടെ M80 ആണത്. തൊട്ടടുത്ത് മറ്റൊരു റെഡ് കിഡിലൻ ഫോർഡിൻ്റെ ഒരു കാറ് കിടക്കുന്നുണ്ട്. ഇദ്ദേഹം ഈ ഒരു ഗ്യാരേജ് വിസിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണോ ഈ കാറ് കമ്പനി ഇറക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ, അതേപോലെ ഇപ്പോഴും അതിൽ കൂടുതൽ ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. 1970 ലോഞ്ച് ചെയ്ത റിമൂവബിൾ ഹാർഡ് ടോപ്പോട് കൂടിയിട്ടുള്ള ട്രയംഫ് സ്പിറ്റ് ഫെയറും ഇദ്ദേഹത്തിൻ്റെ കളക്ഷനിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റിംഗ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും ബ്ലാക്കിലൊരു വൈറ്റ് ലൈനോട് കൂടി എങ്ങനെയാണോ കമ്പനി ഇറക്കിയിട്ടുള്ളത് അതേപോലെ ഇപ്പോഴും വളരെ വൃത്തിയായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഗ്യാരേജിൻ്റെ വൃത്തി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഫോർഡ് കാർസിൻ്റെ കളക്ഷൻസാണ് ഏറ്റവും കൂടുതൽ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഈ ഗ്യാരേജിൽ ഇദ്ദേഹത്തോടു കൂടെ ഇദ്ദേഹം ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിൻ്റെ മകനൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വർക്ക്ഷോപ്പ് ഏരിയയും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിരുന്നു. പിന്നെ മെയിനായിട്ട് പറയേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പാർട്സ് എല്ലാം ഇവർ വേറെ കൺട്രീസിൽ നിന്നും, യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട തന്നെ വേറെ കൺട്രീസിൽ നിന്നും ഓർഡർ ചെയ്ത് വരുത്തി ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഈ ഒരു കാർ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റുന്നത് എന്ന് അദ്ദേഹം എന്നോട് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം ഒരുപാട് ടൈം എടുക്കും എന്നുള്ളത് പറയുന്നു. ഇപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമുള്ളൊരു കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അയാളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് അതുപോലെ തന്നെ റീസ്റ്റോറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് തരാം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് അദ്ദേഹത്തിൻ്റെ കാറുകൾ ഒരിക്കലും വിൽക്കില്ല എന്നുണ്ടെങ്കിൽ തന്നെ വേറെ കാർ എടുത്തിട്ട് ഇതേപോലെ നമുക്ക് വർക്ക് ചെയ്തിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് തരും എന്ന് പറഞ്ഞു. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ MG 1962 to 1980 വരെ ബ്രിട്ടീഷ് മോട്ടോർ കോർപ്പറേഷൻ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള മോഡേൺ ഡിസൈനോട് കൂടിയിട്ടുള്ള 2 ഡോഴ്സ് വരുന്ന ഒരു കിടിലൻ കാറാണ് കേട്ടോ MGയുടെ ഈ ഒരു കാർ എന്ന് പറയുന്നത്. ഇതും ഇദ്ദേഹത്തിൻ്റെ കളക്ഷനിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടീഷൻ. അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരുപാട് വർണ്ണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചോദിച്ച സമയത്ത്. ഇതാണ് ഫോർഡ് ആംഗ്ലിയ, ഫ്രണ്ട് എഞ്ചിൻ റിയൽ വീൽ ഡ്രൈവോട് കൂടി വരുന്ന വളരെ ചെറിയൊരു ഫാമിലി കാർ. ഇവിടെ മാൾട്ടയിൽ ഞാൻ വന്ന സമയത്ത് തന്നെ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് നമുക്കും ഒരു കാറൊക്കെ വാങ്ങണം, അതെ നല്ല ഒരുപാട് കൺട്രീസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് കാർ എന്തായാലും മസ്റ്റ് ആണല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഗ്യാരേജ് വിസിറ്റ് ചെയ്ത അന്ന് മുതൽ തന്നെ എൻ്റെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം ഒന്നും കൂടെ കൂടി, അതും വിൻറ്റേജ് കാർ തന്നെ മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടാണ് കേട്ടോ ഇപ്പോൾ എനിക്കുള്ളത്. അങ്ങനെയാണ് ഇദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചത്. എൻ്റെ ഒരു പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വിൻറ്റേജ് കാർ, ഒരു ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളിയായി ഓടുന്ന ഒരു കാറുണ്ട്. അത് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു. അത് സസ്പെൻസ് ആണ്, അതാണ് ഞാനിപ്പോൾ റിവീൽ ചെയ്യാത്തത്. ഇൻഷാ അല്ലാഹ് നമ്മൾ അത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കോട്ടോ. ഇദ്ദേഹം അത് സൂപ്പർബാക്കി ചെയ്തുതരാമെന്ന് പറഞ്ഞു. ഈ കാണുന്ന ക്യാപ്പുകളെല്ലാം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും റേസിംഗ് മത്സരത്തിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തിന് കിട്ടിയ ക്യാപ്പുകളാണ്. ഇപ്പോഴും അത് ഇവിടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്യാരേജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസും ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ന് കാലത്ത് അദ്ദേഹം റേസിംഗ് ചെയ്തിരുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്ന ജാക്കറ്റ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ബൈക്കായിരുന്നു ഈ റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു ബൈക്ക് എന്ന് പറഞ്ഞ അദ്ദേഹം. പിന്നെ റേസിംഗ് നടക്കുന്ന സമയത്ത് തന്നെ അവിടെ നടന്ന ഫോട്ടോഷൂട്ട്, അന്ന് കാലത്ത് ചെയ്ത ഫോട്ടോഷൂട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയിൽ തന്നെ ഒരു വിൻറ്റേജ് ഫീൽ, എൻ്റയർ വിൻറ്റേജ് ഫീല് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗ്യാരേജ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടും. ഫോട്ടോസ് നമുക്കിവിടെ കാണാം. അന്ന് അദ്ദേഹം റേസ് ചെയ്യുമ്പോൾ അയാളുടെ കൂടെ റേസിംഗ് ചെയ്തിരുന്ന ആളുകളെ കൂടെ എടുത്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം വളരെ മെമ്മറബിളായി തന്നെ ലൈഫ് അച്ചീവ്മെൻറ്റ്സ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമീപനവും നല്ല ഉഷാറന്നായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്ത് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ഞാൻ ഫസ്റ്റ് വന്ന് ചോദിച്ചപ്പോൾ തന്നെ ഓക്കെ എടുത്തു, അതിനെന്താ കുഴപ്പമില്ല എന്നുള്ള രൂപത്തിലൊക്കെ നമ്മുടെ അടുത്ത് സംസാരിച്ചു കേട്ടോ.
എനിവേ നൈസ് ടു മീറ്റ് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. Uh,